വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് അശോക് ലെയ്ലാൻഡ് സ്റ്റൈലിൽ നൽകിയിരിക്കുന്നത്. എവിടെ നോക്കിയാലും അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി നമുക്ക് എടുത്തറിയാൻ സാധിക്കും. ലൈറ്റ് ഗ്രേ, ആഷ് ആൻഡ് സിൽവർ ഫിനിഷാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ മൊത്തം നൽകിയിരിക്കുന്നത്. ഇനി സ്റ്റിയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നിസാൻ മൈക്രയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ തരത്തിലുള്ള സ്റ്റിയറിംഗ് ആണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. വളരെ ലൈറ്റാണ് ഈ സ്റ്റിയറിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ വാഹനത്തെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഏറ്റവും ഗുണകരമായ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഏറ്റവും ഗുണകരമായി പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു സിറ്റി ഡ്രൈവാണ്. കാരണം ഇത്ര ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്ര വലിയ വാഹനമാണെങ്കിൽ കൂടി നമുക്ക് എളുപ്പത്തിൽ ഈ വാഹനത്തെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഈ വാഹനത്തിന് ഏറ്റവും യോജിച്ച തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഇത് അശോക് ലെയ്ലാൻഡ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഒരു മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ്. ഈ വാഹനത്തിൻ്റെ മൊത്തത്തിൽ ഇൻറ്റീരിയറിലെ സിംപ്ലിസിറ്റി ഈ ഒരു മീറ്റർ കൺസോളിലും നൽകിയിട്ടുണ്ട്. ഒരു ടാക്കോമീറ്റർ ഇല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു പോരായ്മയായിട്ട് പറയാൻ പറ്റുന്നത്. അതായത് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിനൊക്കെ എപ്പോഴും ടാക്കോമീറ്റർ വളരെ ഉപകാരപ്രദമാണ്. കാരണം ഇത്ര RPM കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നാണല്ലോ നമ്മൾ സാധാരണ പറയുക. 2000 RPM മെയിൻറ്റെയിൻ ചെയ്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ മൈലേജും എല്ലാം ലഭിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ഒരു ടാക്കോമീറ്റർ ഇല്ലാത്ത കാരണം നമ്മൾ എൻജിൻ്റെ സൗണ്ട് നോട്ടീസ് ചെയ്ത് വേണം ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നടത്താൻ. പിന്നെ എന്നൊക്കെയായാലും ഇതൊക്കെ ഒരു വളരെ നല്ലൊരു മീറ്റർ കൺസോൾ തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ വലിയ ഒരു സിംഗിൾ ഡയൽ സ്പീഡോമീറ്ററിൻ്റെ വലതുവശത്തായിട്ട് ഒരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. അതിനകത്ത് ട്രിപ്പ് മീറ്ററും ഒരു ഫ്യൂവൽ ഗേജും നൽകിയിരിക്കുന്നു. എന്നാൽ MID മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ നൽകിയിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഇതിൻ്റെ വിവിധ തരത്തിലുള്ള വാർണിംഗ് ലൈറ്റുകളും നൽകിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോളിലേക്ക് വരികയാണ്. ഈ സെൻട്രൽ കൺസോളിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫോണും ബാക്കി എന്തെങ്കിലും ചെറിയ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് ഈ സിൽവർ ഫിനിഷിലുള്ള ഒരു സെൻട്രൽ കൺസോൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു മ്യൂസിക് സിസ്റ്റം വെക്കുന്നതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ഇതിൻ്റെ ഒരു AC വെൻറ്റുകൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രൽ കൺസോളിലുള്ള AC വെൻറ്റുകൾ റെക്റ്റാങ്കുലർ ഷേപ്പും ബാക്കി പാസഞ്ചർ സൈഡിലും ഡ്രൈവർ സൈഡിലും ഉള്ള ACക്ക് റൗണ്ട് ഷേപ്പുമാണ് നൽകിയിരിക്കുന്നത്. ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ താഴെയായിട്ടാണ് ഒരു AC കൺട്രോളർ നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെയുള്ള ഒരു കൺട്രോൾ തന്നെയാണ് ഇതും. ഇത് പിൻവശത്തേക്കും AC എത്തിക്കാനായി ഒരു പിൻവശത്ത് ഒരു ബ്ലോവറും കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പിന്നിലെ റിയർ AC നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ ഇരുന്നുണ്ട്. അതായത് നമുക്ക് റിയർ AC ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഈ സ്റ്റിയറിങ്ങിൻ്റെ താഴെയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെൻട്രൽ ലോക്ക് ഹസാർഡ് സ്വിച്ചുകൾക്ക് താഴെയായിട്ടാണ് ഈ സെൻട്രൽ കൺസോളിലേക്ക് ചേർന്ന രീതിയിലാണ് ഇതിൻ്റെ ഗിയർ ലിവർ നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിളായ വളരെ ചെറിയൊരു ഗിയർ ലിവറാണിത്. എന്നാൽ സാധാരണ നമുക്ക് ഇന്നോവയിൽ കാണുന്ന പോലെ ഫ്ലോറിൽ ഉറപ്പിച്ച രീതിയിലല്ല ഇതിൻ്റെ ഗിയർ ലിവർ, കൺസോളിലേക്ക് ചേർന്ന രീതിയിലാണ്. കാരണം അത് കാരണം നമുക്ക് ഒരു മോർ കാർ ലൈക്ക് ഫീലാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ പറയേണ്ടത് ഇത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഗിയർ. എന്തുകൊണ്ടും വളരെ കൺവീനിയൻ്റ് ആയിട്ടൊരു ഗിയറാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു വാഹനത്തിൽ ചേർന്ന തരത്തിലാണ് ഇതിൻ്റെ ഗിയർ ലിവർ എന്നൊരു സംശയമുണ്ട്. കാരണം വളരെ ചെറുതാണ് ഇതിൻ്റെ ഗിയർ ലിവർ. മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ സൈസുമായി ഒത്തുചേർന്ന് പോകുമോ എന്ന് നമുക്ക് സംശയം തോന്നാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലൗ ബോക്സിനെ പറ്റി നോക്കാം. വളരെ ചെറിയൊരു ഗ്ലൗ ബോക്സാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത്തിരി അധികം സാധനങ്ങൾ കൊള്ളുന്ന തരത്തിലാണ് ഇതിൻ്റെ ഗ്ലൗ ബോക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലൗ ബോക്സ് ചെറുതാണെന്ന പോരായ്മ പരിഹരിക്കാൻ വേണ്ടി കുറച്ചധികം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ മുകളിലായിട്ട് ഒരു ഫോണൊക്കെ വെക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഗിയർ ലിവറിൻ്റെ താഴെയായിട്ട് ഫ്ലോറിൽ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു AC ബ്ലോവർ പുറകിലേക്ക് ACയുടെ തണുപ്പ് എത്തിക്കുന്നതിന് ഒരു ബ്ലോവർ നൽകിയിട്ടുണ്ട്. ആ ബ്ലോവറിൽ ഇൻ്റഗ്രേറ്റഡ് ആയ ഒരു ആംബ്രസ്റ്റ് നൽകാമായിരുന്നു. ആംബ്രസ്റ്റ് നൽകിയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ദൂരയാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് പോകാമായിരുന്നു. പക്ഷേ ആ ഒരു സാധ്യത കമ്പനി ഇവിടെ മുതലാക്കിയിട്ടില്ല. അതൊരു പോരായ്മയായിട്ട് പറയാൻ പറ്റും. മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കോസ്റ്റ് കട്ടിങ്ങിന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും ഈ വാഹനത്തിൽ. അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക്കുകളുടെ ക്വാളിറ്റി, ഈ അതായത് മീറ്റർ കൺസോളിലെ ഒരു നിലവാരക്കുറവ് എല്ലാം ഒരു കുഴപ്പമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി സെക്കൻഡ് റോ സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയ സെക്കൻഡ് റോ സീറ്റുകളാണ് സ്റ്റൈലിന്. ക്യാപ്റ്റൻ സീറ്റുകളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ തന്നെ വേറൊരു വാഹനമായ ഇവാലിയയ്ക്ക് ക്യാപ്റ്റൻ സീറ്റുകളല്ല, ബെഞ്ച് സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ക്യാപ്റ്റൻ സീറ്റ് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സീറ്റാണ്. എത്ര ദൂരയാത്ര പോയാലും വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ക്യാപ്റ്റൻ സീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്.
പിന്നെ ഈ സീറ്റിൻ്റെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 സൈഡിലും ആംറെസ്റ്റ് നൽകിയിട്ടുണ്ട്. സാധാരണ വാഹനത്തിൽ ഒരു സൈഡിലോ ചിലപ്പോൾ ആംറെസ്റ്റ് നൽകാറുള്ളൂ. ഇന്നോവയ്ക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ ആംറെസ്റ്റ് ഉള്ളൂ. ഇത് 2 സൈഡിലും നൽകിയിട്ടുണ്ട്. നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. എത്ര ദൂരെ യാത്ര ചെയ്യും നമുക്ക് ഒരു മടുപ്പില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇതിൽ. പിന്നെ നേരത്തെ പറഞ്ഞില്ല, ഇതിൽ എല്ലാ പാസഞ്ചർക്കും ബോട്ടിൽ ഹോൾഡർ നൽകുന്നുണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഇതിൽ വളരെ ഒരു ബോട്ടിൽ നല്ല സുഖമായിട്ട് ഇറങ്ങുന്ന തരത്തിലുള്ള ഒരു ബോട്ടിൽ ഹോൾഡറാണ് നൽകിയിരിക്കുന്നത്. ചില വാഹനത്തിൽ ബോട്ടിൽ ഹോൾഡർ നൽകുന്നുണ്ടെങ്കിലും പക്ഷേ ഒരു ബോട്ടിൽ നമുക്ക് ഇറക്കാൻ സാധിക്കില്ല. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ഒരു സ്ലൈഡിങ് വിൻഡോയെ പറ്റിയാണ്. നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ എക്സ്റ്റീരിയറിനെ പറ്റി പറഞ്ഞിരുന്നു, ഇവാലിയയ്ക്ക് ഒരു ബട്ടർഫ്ലൈ വിൻഡോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ സ്ലൈഡ് ചെയ്യാവുന്ന വിൻഡോസാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും കാറ്റ് ഉള്ളിലേക്ക് കയറുന്ന AC ഇടാതെ പോയാലും അധികം ഉഷ്ണിക്കാതെ നമുക്ക് ഈ വാഹനത്തിൽ പോകാൻ പറ്റും. പിന്നെ പിൻനിര സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ, ഏറ്റവും ബാക്കിലെ സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ, എല്ലാ MUV-കളിലും ഏറ്റവും ബാക്കിലെ സീറ്റ് ഒരു അഡൽട്ടിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഒരിക്കലും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കുട്ടികളെയോ അല്ലെങ്കിൽ ഒരു പ്രായം കുറഞ്ഞ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു സീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതേ തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ സീറ്റുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് ലെഗ് സ്പേസ് കുറഞ്ഞ ഒരു സീറ്റ് തന്നെയാണ് പിൻനിരയിൽ. എന്നാൽ മറ്റ് MUV-കളിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യം, നല്ല ഹെഡ് സ്പേസ് ഉണ്ട് ഇതിൻ്റെ ബാക്ക് സീറ്റിലും. പിന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് മികച്ചത് തന്നെയാണ്. നല്ലൊരു സസ്പെൻഷനാണ്. ഇതൊരു മോണോകോക്ക് ഷാസി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സസ്പെൻഷനുമാണ് ഈ വാഹനത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു റോഡിലെ കൂടുതൽ അടിപ്പൊന്നും നമുക്ക് പിൻനിര സീറ്റുകളിലേക്ക് വരുന്നില്ല.